ഇന്ന് പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നും എടുക്കാനില്ല. അപ്പോൾ ഞാൻ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പുള്ളി നനയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടപ്പം എന്താ അപ്പം ഒരു വീഡിയോ എടുക്കാം അങ്ങനെ വിചാരിച്ചാണ് ഇറങ്ങിയത്. അപ്പം വീട്ടിലേക്കുള്ള വഴിയിലൊക്കെ വെള്ളം നിൽക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ കാണാം. മുറ്റത്തേക്ക് ഇറങ്ങണം. അവിടെ ഒന്നും വല്ലാണ്ട് വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. വരുന്ന വൈക്കലാണ്, അതാണെങ്കിൽ ഒഴുകി പോകാനൊരു സ്ഥലമില്ല. മഴവെള്ളം വീണ് മൊത്തം അവിടെ നിൽക്കുക. അപ്പോൾ രണ്ടു നേരം ഇപ്പം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് കയറ്റാൻ ഈ വെള്ളം ചവിട്ടിയിട്ട് വേണം അങ്ങോട്ട് പോകാനും, അതേമാതിരി ഇങ്ങോട്ട് വരണം. വൈകിട്ടും അത് തന്നെ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മളിങ്ങനെ വെള്ളം ചവിട്ടുമ്പോൾ കാല് ചൊറിച്ചിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കാലിന് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനത്തെ എന്താ പറയുക, നല്ല ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കല്ലോ, ഒഴുകി പോകുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ. കെട്ടി നിൽക്കണമെങ്കിൽ ഇനിയിപ്പോൾ മഴ നിന്ന് അപ്പോൾ വെള്ളം തന്നെ വറ്റി വരുമല്ലോ. വറ്റി വന്നാലും നല്ല സ്ലിപ്പാവും. പിന്നെ ചളി ആയിട്ട് നിന്നിട്ട് അതിൽ കൂടെ നടക്കാൻ പറ്റില്ല. വെള്ളം പോലും വെള്ളത്തിൽ കൂടെ നടക്കുക, ചെളിയാവുമ്പോൾ തീരെ നടക്കാൻ പറ്റില്ല. ഈ വഴി കൂടെ വേണം കുട്ടികളായിട്ടൊക്കെ പോകാൻ, ബസ് കയറാനൊക്കെ. എനിക്ക് സ്കൂൾ ബസ് ഇങ്ങോട്ട് വരില്ലല്ലോ, ചെറിയ വഴി ആയതുകൊണ്ട് ബസ് ഇങ്ങോട്ട് വരില്ല. മോളത് ഓട്ടോറിക്ഷയാണ്, അപ്പോൾ ഓളെ വണ്ടി ഇങ്ങോട്ട് വരുന്നല്ലോ. ഈ വെള്ളത്തിൽ തന്നെ വെള്ളത്തിൽ നിൽക്കണം. പിന്നെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറിയ മോള് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് വരും. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കണ വെള്ളമായതുകൊണ്ട് തന്നെ കളിപ്പിക്കാനും പറ്റില്ല. ഒഴുകി പോണ വെള്ളമാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അവൾക്ക് ഈ വെള്ളത്തിൽ മണ്ണിലൊക്കെ കളിക്കാൻ വലിയ ഇഷ്ടം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ ബൈ.